നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ ഒരുപാട് പേര് തിരക്കുന്ന ഒരു സെഗ്മെൻറ്റാണ്. കാരണം ഒരു ലോ ബഡ്ജറ്റ് മോഡൽ കൂടിയ യൂസ്ഡ് കാർ, ഒരു സാധാരണക്കാരന് പറ്റിയ ഒരു വാഹനമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വാഹനം ഏതാണെന്നുള്ള മനസ്സിലാക്കി കാണും, ഹ്യുണ്ടായി ഇയോൺ ആണ്. അപ്പോൾ ഹ്യുണ്ടായി ഇയോണിൻ്റെ ഒരു ചരിത്രം നമ്മൾ പറയുകയാണെങ്കിൽ 2011-12 കാലഘട്ടത്തിലാണ് ഹ്യുണ്ടായി അവരുടെ എൻട്രി ലെവൽ മോഡലായിട്ടുള്ള ഇയോണ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീറ്ററായിട്ട് നമുക്ക് കാണാവുന്നത് ഓൾട്ടോ 800 ആണ്. അപ്പോൾ ഓൾട്ടോ 800 ഇയോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടി നിർമ്മാണ നിലവാരവും കാണാനുള്ള ഭംഗിയായാലും ഇൻറ്റീരിയറോ എക്സ്റ്റീരിയറോ ഒക്കെ എടുത്ത് നോക്കാൻ കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്കിങ് ഓഫർ ചെയ്യുന്നൊരു വാഹനമാണ് ഹ്യുണ്ടായി ഇയോൺ. പക്ഷേ ഇവരിലും ഇരിക്കുന്ന ഒരു 800cc എഞ്ചിൻ തന്നെയാണ്. കുറച്ച് അണ്ടർ പവേർഡ് ആണ്. പവർ ഡ്രോപ്പ് ഒക്കെ അത്യാവശ്യം കാര്യമായ രീതിയിൽ ഉണ്ടെങ്കിൽ കൂടി അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കും. ഒരു 18-20 കിലോമീറ്റർ മൈലേജ് ലഭിക്കും. അത് മാത്രമല്ല കാര്യമായിട്ടുള്ള പണിയൊന്നും വരത്തില്ല, മെയിൻ്റെനൻസ് കുറവാണ്. അപ്പോൾ ഒരു സാധാരണക്കാരന് വേണ്ട അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള AC, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്ന ബേസിക് ആയിട്ടുള്ളൊരു വാഹനം. എന്നാൽ കാഴ്ചയിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു മോഡൽ തന്നെയാണ് ഹ്യുണ്ടായി ഇയോൺ. അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ആയാലും ഇൻറ്റീരിയറിൻ്റെ ഒരു ഭംഗിയായാലും ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പം ഇയോണിൻ്റെ ഒരു വീഡിയോ ചെയ്യുവാന്ന് ചോദിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിരവധി വാഹനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരേ ഒരാളാണ് ഇയോണിൻ്റെ റിവ്യൂ പറഞ്ഞാൽ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നത്. അപ്പോൾ അത് എനിക്ക് ഒന്ന് ചോദിച്ചിട്ട് കുറച്ച് നാളായി, എങ്കിലും നമുക്ക് നല്ലൊരു വാഹനം ഒത്തുവന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഇത് സെയിലിനുള്ളൊരു വാഹനം കൂടിയാണ്. 2017 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, എറ പ്ലസ് എന്ന വേരിയൻറ്റ് വരുന്ന AC, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവർ വിൻഡോ തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ ഉള്ള ക്വാളിറ്റി ആയിട്ടുള്ളൊരു വാഹനം. ക്വാളിറ്റി അഷ്വേർഡ് ആണെന്ന് നമുക്ക് പറയാം. കാരണം പ്രൈസ് ഒരു 10,000-15,000 കൂടുതൽ കൊടുത്താലും നിങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് 10 പൈസയുടെ പണി ഇതായിട്ട് ചെയ്യേണ്ട, പെട്രോൾ അടിക്കുക ഓടിക്കുക എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്നൊരു വാഹനം. വേറെ 41,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ് സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഫൈനൽ റേറ്റ് ആണ് 2,65,000 രൂപ. അതിനകത്തുനിന്ന് വലിയ നെഗോഷിയേഷനും കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം അത്യാവശ്യം വാഹനത്തിൻ്റെ കണ്ടീഷൻ അതിനൊത്ത കണ്ടീഷനുള്ളൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ തന്നെ ഉദ്ദേശിച്ചത്. അപ്പം ഇയോണിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ഇയോണ് കുറച്ച് വേരിയൻസ് വരുന്നുണ്ട്. ഡിലൈറ്റ് പ്ലസ്, എറ പ്ലസ്, മാഗ്ന, സ്പോർട്സ് ഇങ്ങനെ തുടങ്ങിയ വേരിയൻസ് ആണ് വരുന്നത്. അതിൽ എറയും മാഗ്നയാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങിയത്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എറ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. അപ്പോൾ ഇയോണിൻ്റെ ചരിത്രം അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. പക്ഷേ 2019 ഈ പാവപ്പെട്ടവനെ ഹ്യുണ്ടായി ഡിസ്കണ്ടിന്യൂ ചെയ്ത്, വേറെ കാര്യമൊന്നുമില്ല, സെയിൽസൊക്കെ നല്ല രീതിക്ക് കയറി വരുന്ന സമയത്ത് തന്നെയാണ് ഹ്യുണ്ടായി ഇയോൺ ഡിസ്കണ്ടിന്യൂ ചെയ്തത്. കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. കാരണം കമ്പനി ഏകദേശം 5 ലക്ഷം രൂപയ്ക്കാണ് അവസാനം ഇയോൺ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ പ്രൈസ് വന്ന ആൾക്കാർ വാങ്ങിക്കത്തില്ലെന്ന് ഹ്യുണ്ടായിക്ക് തോന്നിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഹ്യുണ്ടായി അത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്ന്. ഇപ്പോൾ ഹ്യുണ്ടായുടെ എൻട്രി ലെവൽ എന്ന് വിളിക്കാവുന്ന ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ്. പക്ഷെ അന്ന് ഹ്യുണ്ടായി ഇയോൺ ഉണ്ടായിരുന്നു, അതിന് മേളിൽ സാൻഡ്രോ ഉണ്ടായിരുന്നു, അതിന് മേളിലായിരുന്നു ഗ്രാൻഡ് ഐറ്റൻ നിയോസ്. ഇപ്പോൾ എൻട്രി ലെവൽ വാഹനങ്ങൾ കുറഞ്ഞു വരുവാണ്. അപ്പോൾ ആൾക്കാർ മോഡൽ കൂടിയ യൂസ്ഡ് കാർസ് ആണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പറ്റിയൊരു മോഡലാണ്. കാരണം അത്യാവശ്യം മൈലേജ് ഉണ്ട്, പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉണ്ട്, ലോ മെയിൻ്റനൻസ് ആണ്. അങ്ങനെയൊക്കെ നോക്കാൻ നേരത്തെ ഒരു സാധാരണ കുടുംബത്തിന്, ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ ഒരു വാഹനം തന്നെയാണ് ഹ്യുണ്ടായി ഇയോൺ. അപ്പോൾ ഡിസൈൻ വൈസ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് ഈ ഫെൻഡറിൻ്റെ പോർഷനിൽ നിന്ന് ആരംഭിച്ച് ബമ്പറിലോട്ട് തള്ളി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിമനോഹരമായിട്ടുള്ളൊരു ചെറിയ ക്യൂട്ടായിട്ടുള്ള ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഹ്യുണ്ടായി ലോഗോയും നമുക്ക് അവിടെ കാണാം. ചെറിയ ബോണറ്റ് ഏരിയ ആണെങ്കിൽ കൂടി അത്യാവശ്യം ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം മികച്ച വിൻഷീൽഡും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട് പ്രൊഫൈലിൽ ലുക്ക് നോക്കുന്നത്. ഇനി സൈഡ് പ്രൊഫൈൽ വന്ന് നോക്കുവാണെങ്കിലും വളരെ ചെറിയ ടയർ സൈസാണ്. 12 ഇഞ്ച് വീലാണ് വരുന്നത്. നമ്മളിപ്പോൾ അത്യാവശ്യം ഭംഗിയുള്ള വീൽ കപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ടയറിൻ്റെ കണ്ടീഷനൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു 70% ടയറും അവൈലബിൾ ആണ്. സൈഡ് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ക്യാരക്ടർ ലൈൻ പോയിരിക്കുന്നതാണ് ഈ ഒരു കൊച്ചു വാഹനമായിട്ട് കൂടി. പിന്നെ ആ നിർമ്മാണ നിലവാരം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾട്ടോയുടെ കോമ്പറ്റീറ്ററാണ്. ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആണെങ്കിലും ഓൾട്ടോയുടെ ഡോർ തുറന്ന് നടക്കുന്നൊരു ഫീലല്ല ഹ്യുണ്ടായി ഇയോണിൻ്റെ ഡോർ തുറന്ന് നടക്കുന്നത്. അപ്പോൾ ആ ഒരു നിർമ്മാണ നിലവാരം വിളിച്ചോതുന്ന രീതിയിലാണ് കമ്പനി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ്, ഏകദേശം 160 മില്ലിമീറ്റർ ആണെന്ന് തോന്നുന്നു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, ഏകദേശം ആ ഒരു ടൈപ്പിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. മികച്ച ഗ്ലാസ് ഏരിയ, അതുകൊണ്ട് തന്നെ ഇന്റീരിയറിലിരിക്കുമ്പോൾ തരക്കേടില്ലാത്ത വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കും. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് കണ്ട പോലെ തന്നെ അത്യാവശ്യം വലിയ ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. ടോപ്പിൽ നിന്ന് ഏകദേശം ബമ്പർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഹെഡ് ലാമ്പ് യൂണിറ്റ്, അല്ലെ ടെയിൽ ലാമ്പ് യൂണിറ്റ്. കാരണം ഇതിൻ്റെ ഹെഡ് ലാമ്പ്സിനും ടെയിൽ ലാമ്പ്സിനൊക്കെ ഇത്രത്തോളം വലിപ്പം കൊടുത്തുകൊണ്ട് തന്നെ ഒരു ചെറിയ വാഹനം കാണുന്ന ഒരു ഫീലല്ല. ഒരു ഐറ്റണെ കാണുന്ന ആ ഒരു വലിപ്പം തന്നെ നമുക്ക് ഈ ഒരു ചെറിയ വാഹനത്തിൽ തോന്നും. പക്ഷേ വാഹനം തീരെ ചെറുതാണെന്നുള്ള സത്യസന്ധമായിട്ട കാര്യം ഞാൻ വിളിച്ചു പറയുകയാണ്. പിന്നെ ഹ്യുണ്ടായുടെ ഒരു ലോഗോ നമുക്ക് ഇവിടെ കാണാം. പിന്നെ ഇയോൺ എന്നൊക്കെയുള്ള ബാഡ്ജിങ് വരും. പക്ഷേ ഇത് കുറച്ച് അതൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞൊന്ന് സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ്. ഇതാണ് കാണാൻ ഭംഗിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയാനൊന്നുമില്ല. വളരെ ഫ്രണ്ട് എങ്ങനെ കണ്ടോ സൈഡ് എങ്ങനെ ഉണ്ടോ അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു റിയർ സൈഡാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കാം. അപ്പം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ്. ഇങ്ങനെ ഒരു വാഹനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ബൂട്ട് സ്പേസ്, ഇപ്പോൾ 2 ട്രോളി ബാഗും ചെറിയൊരു ക്യാരി ബാഗ് വെക്കാനുള്ള ഒരു സ്പേസ് ഉള്ളൊരു ബൂട്ട് ലിഡ് എന്നാണ് നമുക്ക് പറയേണ്ടത്.
ഇനി നമുക്ക് ഇന്റീരിയറിൽ കയറിയിട്ട് അവിടുത്തെ കുറച്ച് ഹ്യുണ്ടായി ഇയോണ്ട് ഇന്റീരിയർ ഞാൻ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു എൻട്രി ലെവൽ വാഹനത്തിന് ഇന്റീരിയർ കയറിയുന്ന ഒരു ഫീൽ അല്ല. ഹ്യുണ്ടായുടെ സാധാരണ വെർണയിലും പഴയ വെർണയിലും ഐ10 ഗ്രാൻഡിലും നിയോസിലും ഒക്കെ കണ്ട ആ ഒരു തീമിലുള്ള ഒരു ഇന്റീരിയർ ആണ്. അതേ പ്ലാസ്റ്റിക് ക്വാളിറ്റി എല്ലാം നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കട്ടിങ്ങും ക്രീസിങ്ങും ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഒരു ഇന്റീരിയറും ഡോർ പാഡിന്റെ ആ ഒരു നിർമ്മാണ നിലവാരം ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എൻട്രി ലെവൽ വാഹനമായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഇതിന്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഓൾട്ടോ ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഇന്റീരിയർ ആണ്, ഒട്ടും നിർമ്മാണ നിലവാരം ഒന്നും തോന്നത്തില്ല. പക്ഷെ ഇതിന്റെ കാര്യത്തിൽ സംഭവം വ്യത്യസ്തമാണ്. അത്യാവശ്യം നല്ല നിർമ്മാണ നിലവാരമുള്ള രീതിയിൽ തന്നെയാണ് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു മീറ്റർ കൺസോളും കമ്പനി കൊടുത്തിട്ടുണ്ട്. അവിടെ ഫ്യൂൽ ഇൻഡിക്കേറ്ററും സ്പീഡോമീറ്ററും ഹീറ്റിന്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. ഓഡോ ട്രിപ്പ് കാര്യങ്ങളെല്ലാം അവിടെ കാണാം. ഇതാണ് ഗിയർ നോബ് വരുന്നത്. ഒരു 5 സ്പീഡ് മാനുവലായിട്ട് മാത്രമേ നമുക്ക് ഈ വാഹനം ലഭിക്കത്തുള്ളൂ. പിന്നെ സീറ്റിന്റെ ഒക്കെ സപ്പോർട്ട് ആണെങ്കിലും എടുത്ത് പറയേണ്ടതാണ്. അതിന്റെ ഒരു കളർ തീമായാലും നമുക്കൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് അതിന്റെ കളർ തീമും കാര്യങ്ങളൊക്കെ. ഓവറോൾ ഈ ഇന്റീരിയർ മൊത്തത്തിൽ നോക്കാൻ നേരം നമുക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു നല്ലൊരു ഒരു കുറ്റവും പറയാത്ത രീതിയിലുള്ള ഒരു ഇന്റീരിയർ. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കുനിഞ്ഞ് ഇന്റീരിയറിലോട്ട് കയറണം, പക്ഷെ കയറിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ എന്റെ കംഫർട്ടിനാണ് ഫ്രണ്ട് സീറ്റ് എടുത്തിരിക്കുന്നത്, എങ്കിലും മുട്ടിടിക്കുന്നില്ല, ജസ്റ്റ് നിൽക്കുകയാണ്. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഹെഡ് സ്പേസ് ഉണ്ട്. പിന്നെ 2 പേർക്കാണ് കംഫർട്ടബിൾ ആയിട്ട് ബാക്കിൽ ഇരിക്കാവുന്നത്. ഇപ്പൊ ഈ സീറ്റ് ഏറ്റവും ബാക്കിലോട്ട് ഇട്ടിരിക്കുകയാണ്, അപ്പോൾ ഒട്ടും തന്നെ സ്പേസ് ഇല്ല. ഇത് കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റിയാൽ 4 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ്. 5ഉം 6ഉം പേരെ ഒന്നും കയറ്റിക്കൊണ്ട് ഇയോണിൽ പോകരുത്, കാരണം വണ്ടി വലിക്കത്തില്ല. 4 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ചെറിയൊരു കുടുംബത്തിന് പറ്റിയ ഒരു വാഹനമാണ് ഹ്യുണ്ടായി ഇയോൺ. ഈ ബാക്കിലെ സീറ്റിന്റെ കളർ തീമും എല്ലാം എടുത്തു പറയേണ്ടതാണ്. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഈ എൻട്രി ലെവൽ വാഹനം ഹ്യുണ്ടായി ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈവിലോട്ട് കിടക്കാം. അപ്പോൾ ഇയോണിന്റെ ഡ്രൈവ് നമ്മളിവിടെ തുടങ്ങുവാണ്. ഇയോണിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ അത്യാവശ്യം മികച്ച വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വളരെ ചെറിയൊരു വാഹനം കൊണ്ടു നടക്കുന്ന ഒരു ഫീലാണ്. ചെറിയൊരു വാഹനം തന്നെയാണ്, ലേഡീസിനൊക്കെ പറ്റും, ചെറിയ കുടുംബത്തിനും പറ്റും. അത്യാവശ്യം തിരക്കിടില്ലാത്ത ഫാമിലി ട്രിപ്പൊക്കെ നടത്താൻ പറ്റിയ സിറ്റി യൂസിന് പറ്റിയ ഒരു വാഹനമാണ് ഹ്യുണ്ടായി ഇയോൺ. പവർ നിങ്ങളിത് പ്രതീക്ഷിക്കരുത്. ഏകദേശം 55 PS പവറും 75 Nm ടോർക്കുമാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 21 കിലോമീറ്റർ അടുപ്പിച്ചാണ് കമ്പനി മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. ആ മൈലേജ് കിട്ടാൻ തന്നെ സാധ്യതയുണ്ട്, കാരണം 800 cc വരുന്നുള്ളൂ. 3 സിലിണ്ടർ എഞ്ചിനാണ്, അത്യാവശ്യം ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം ആ ഒരു മൈലേജ് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൺട്രോൾസ് ഒക്കെ വളരെ ലൈറ്റ് ആണ്. പവർ സ്റ്റിയറിംഗ് നമ്മൾ നോക്കുകയാണെങ്കിലും വളരെ ഫ്രീ ആയിട്ടുള്ള പവർ സ്റ്റിയറിംഗ് ആണ്. ക്ലച്ചും ഒക്കെ വളരെ ലൈറ്റ് ആണ്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതും വളരെ ലൈറ്റ് ആയിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഒരു പവർ ഡ്രോപ്പും പിന്നെ അധികം സുഖമില്ലാത്തൊരു എഞ്ചിന്റെ ഒരു മൂളിച്ചയും ക്യാബിലോട്ട് വരുമെന്നുള്ള കാര്യം മാത്രമേ എനിക്ക് ഇതിനകത്തൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളൂ. നമുക്ക് വലിച്ചു കയറിയൊന്നും പോകാൻ പറ്റത്തില്ല. ഓവർടേക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. വാഹനം കുറച്ച് അണ്ടർ പവേർഡ് ആണെന്നുള്ള സത്യസന്ധമായ കാര്യം ഞാൻ വിളിച്ചു പറയുകയാണ്. പക്ഷെ എക്കണോമിക്കലായിട്ട് നോക്കുമ്പോൾ വാഹനം എടുത്ത് കൊണ്ടുനടക്കാൻ ഒരു സാധാരണക്കാരന്റെ താങ്ങുന്ന രീതി പറ്റിയ ഒരു വാഹനമാണ് ഹ്യുണ്ടായി ഇയോൺ. അതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് കുറ്റവും കാര്യങ്ങളും ഒന്നും പറയാനില്ല. കാരണം അന്ന് ഇറങ്ങിയ സമയത്ത് ഏകദേശം 5 ലക്ഷം രൂപ വരെയായിരുന്നു ഇത് നിർത്തുമ്പോൾ ഇതിന്റെ വില. അപ്പൊ അതൊന്നും എടുത്തു പറയാൻ നമുക്ക് കുറ്റങ്ങൾ അങ്ങനെ ഒന്നും പറയാനായിട്ട് ഒന്നുമില്ല, കാരണം ഈ ഒരു പ്രൈസേ വരുന്നുള്ളൂ. അപ്പൊ മോഡൽ കൂടിയ നല്ല യൂസ്ഡ് വാഹനം നോക്കുന്നവർക്ക് ഇതൊരു ഗംഭീര ചോയ്സ് ആയിരിക്കും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.